നമസ്കാരം. ഞാൻ ശാക്തേയ ഉപാസകൻ. സജ്ജനങ്ങളുമായിട്ട് നമ്മളും ചർച്ച വിഷയം തിരുവാതിര നക്ഷത്ര ജാതരുടെ ഏകദേശം 23 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള ശനിദശാകാലത്തെക്കുറിച്ചുള്ള ഗുണദോഷ ഫല സാധ്യതകൾ. ഏതൊരു തിരുവാതിര നക്ഷത്ര ജാതരും ജനിക്കുന്നത് രാഹുർ ദശാകാലത്തിലാണ്. രാഹുർ ദശാകാലം എന്ന് പറയുന്നത് 18 വർഷമാണ്. എല്ലാ തിരുവാതിര നക്ഷത്ര ജാതർക്കും 18 വർഷം രാഹുർ ദശ കിട്ടുമെന്ന് ചോദിച്ചാൽ കിട്ടാൻ സാധ്യത കുറവാണ്. ഓരോ തിരുവാതിര നക്ഷത്ര ജാതരും ജനിക്കുന്ന സമയം അനുസരിച്ചായിരിക്കും രാഹുർ ദശാകാലം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 18 വർഷമായിരിക്കും, ചിലപ്പോൾ 9 വർഷമായിരിക്കും, ചിലപ്പോൾ 5 വർഷമായിരിക്കും, ചിലപ്പോൾ 18 ദിവസമായിരിക്കും. അങ്ങനെയാണ് ആദ്യത്തെ ദശാകാലം വരുന്നത്. നമ്മളിപ്പോൾ ഇതൊരു പൊതു അറിവിലേക്കായി ചെയ്യുന്ന വീഡിയോ എന്ന നിലയിൽ രാഹുർ ദശാകാലത്തെ 18 വർഷത്തിൻ്റെ പകുതിക്കിട്ട് കണക്കാക്കണം. അതായത് രാഹുർ ദശാകാലം എന്ന് പറയുന്നത് ഒരു തിരുവാതിര നക്ഷത്രജാതനെ സംബന്ധിച്ച് അയാൾ ജനിക്കുന്ന സമയം മുതൽ ഏകദേശം 9 വയസ്സ് പ്രായം വരെ രാഹുർ ദശാകാലമായി. തുടർന്ന് 9 വയസ്സ് മുതൽ 25 വയസ്സ് വരെ വ്യാഴദശാകാലമായി. 25 വയസ്സ് മുതൽ 9 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. അപ്പം 25 വയസ്സ് മുതൽ 44 വയസ്സ് വരെ ശനിദശാകാലമായി. അപ്പം ശനിദശാകാലത്തിൻ്റെ ഫലങ്ങളാണ് നമ്മളിന്നിവിടെ പറയുന്നത്. 23 വയസ്സ് മുതൽ 44 വയസ്സ് വരെയാണ് ഏകദേശം ശനിദശാകാലം വരാനിടയുള്ളത്. അപ്പോൾ ഈ ശനിദശാകാല ഫലങ്ങൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ പറയുന്ന വീഡിയോ എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്ര ജാതൻ്റെ ഏകദേശ കണക്കനുസരിച്ച് 23, 25 കണക്കൂടുന്ന തെറ്റൊന്നുമില്ല. എങ്കിലും 23 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള ശനിദശാകാലം ഏതൊക്കെ തരത്തിലുള്ള ഗുണദോഷ ഫലങ്ങളായിരിക്കും അനുഭവത്തിൽ വരാനിടയുള്ളതെന്നാണ് നമ്മൾ ഇന്നിവിടെ പരിശോധിക്കുന്നത്. ഇത്തരത്തിൽ നമ്മൾ ഗുണദോഷ ഫലം പറയുമ്പോൾ അല്ലെങ്കിൽ ശനിയുടെ ഗുണദോഷ ഫലം പറയുമ്പോൾ ഏതൊരു തിരുവാതിര നക്ഷത്ര ജാതൻ്റെയും ജാതകപ്രകാരം ശനി ഏത് ഭാവത്തിൽ ഏത് സ്ഥാനത്ത് എങ്ങനെ നിൽക്കുന്നു എന്ന് പരിശോധിക്കണം. ജാതകത്തിൽ ശുഭഫലദാതാവായിട്ടാണ് ശനീശ്വരൻ നിൽക്കുന്നതെങ്കിൽ ശനിദശാകാലം എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ച് ഏറെക്കുറെ ഗുണാധിക്യം നിറഞ്ഞതായി. ജാതകപ്രകാരം നീചാവസ്ഥയിലാണ് അശുഭ ഫലദാതാവായിട്ടാണ് ശനി നിൽക്കുന്നതെങ്കിൽ ശനിദശ എന്ന് പറയുന്നത് തിരുവാതിരക്കാരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുകൾ നിറഞ്ഞായിരിക്കും. എന്നാലും പൊതുവെ ശനിദശ എന്ന് പറയുന്നത് ഇവർക്ക് ജീവിതത്തിൽ ചില വെല്ലുവിളികൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും. അതായത് തിരുവാതിര നക്ഷത്രജാതരെ സംബന്ധിച്ച് പറഞ്ഞാൽ 23 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള കാലഘട്ടം ജീവിതത്തിൽ കുറച്ച് വെല്ലുവിളികൾ നിറഞ്ഞതും ഒരിക്കലും മറക്കാൻ കഴിയാത്ത ചില ജീവിത അനുഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുന്നതുമായിരിക്കും. ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് ശുഭനായിട്ടുള്ള ശനിയാണെങ്കിൽ നല്ല ഓർമ്മകളായിരിക്കും. അശുഭനായിട്ടുള്ള ശനിയാണെങ്കിൽ മനസ്സ് വേദനിക്കുന്ന ഓർമ്മകളായിരിക്കും. ഇനിയിപ്പോൾ ശുഭ ശനിയാണെന്ന് വിചാരിക്കുക. ഒരു തിരുവാതിര നക്ഷത്രജാതനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ജീവിതത്തിൽ 23 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള ശനിദശാകാലം എന്ന് പറയുന്നത് ശുഭനായിട്ടുള്ള ശനിയാണെന്ന് വിചാരിക്കുക. എന്തൊക്കെയായിരിക്കും അതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, ഗുണഫലങ്ങൾ? സാമ്പത്തിക ഉന്നതി. സ്വദേശത്താണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെയെങ്കിലും ഒരു നല്ല ജോലി സമ്പാദിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരു നല്ലൊരു ബിസിനസ് സമ്പാദിക്കാൻ പറ്റും, അല്ലെങ്കിൽ നല്ല രീതിയിൽ ധനം ലഭിക്കുന്ന എന്തെങ്കിലും ഒരു പ്രവർത്തന കർമ്മ മേഖല സംഘടിപ്പിക്കാൻ സാധിക്കും. ഏതെങ്കിലും വഴിയിലൂടെ നല്ലൊരു സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കുന്ന ഒരു കർമ്മ മേഖലയിൽ ഏർപ്പെടാൻ സാധിക്കും. വിദേശത്തൊക്കെ പോകാനായിട്ടൊക്കെ പറ്റിയ സന്ദർഭമാണ്. പ്രത്യേകിച്ച് വിദേശത്ത് ഉപരിപഠന വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിദേശത്ത് പോവുക, അവിടെ ചെന്ന് ജോലി സമ്പാദിക്കുക എന്നൊക്കെ പറയുന്നത് ഈ ശനിദശാകാലത്ത് ഈസിയായിട്ട് നടക്കും. അതുപോലെ തന്നെ അതല്ലെങ്കിൽ ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നഗരപിതാവ്, മുനിസിപ്പാലിറ്റി ചെയർമാൻ, മുനിസിപ്പാലിറ്റി കമ്മീഷണർ, മുനിസിപ്പൽ സെക്രട്ടറി, പഞ്ചായത്ത് സെക്രട്ടറി, ഇതല്ലെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഏതെങ്കിലും സെക്രട്ടറിമാർ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചെയർമാൻമാർ, ബോർഡ് മെമ്പേഴ്സ്, ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ളൊരു
അധികാര സ്ഥാപനങ്ങൾ, സഹകരണ മേഖലയായിട്ടടക്കം പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു അധികാര സ്ഥാനത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ദുഷിച്ച ധാന്യങ്ങൾ, ദുഷിച്ച വസ്തുക്കൾ അല്ലെങ്കിൽ ഉപയോഗശൂന്യമെന്ന് കരുതപ്പെടുന്ന വസ്തുക്കൾ, പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ ധാന്യ വസ്തുക്കളുമൊക്കെ ആവാം, അവയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള കച്ചവടം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വസ്തുക്കളുടെ വിപണനമൊക്കെ വൻ ഹിറ്റാകും, വൻ വിജയമാകും. സാമ്പത്തിക ഉന്നതിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന ഇരുമ്പ് കച്ചവടമായാലും തുകലി കച്ചവടമായാലും പാൽ കച്ചവടമായാലും എണ്ണകളുടെ കച്ചവടമായാലും ഏത് തരത്തിലുള്ള ബിസിനസ്സും ശുഭനായിട്ടുള്ള ശനിയുടെ ദശാകാലത്തിൽ വൻ വിജയവും അതുവഴി വൻ ധനലാഭവും പ്രതീക്ഷിക്കാം. ഒന്നിലധികം വീടുകൾ നിർമ്മിച്ച് സ്വന്തമാക്കാൻ സാധിക്കും. ഒന്നിലധികം വാഹനങ്ങളുടെ ലാഭമുണ്ടാകും. സന്തോഷകരമായിട്ടുള്ള വിദേശയാത്രകൾ, പ്രത്യേകിച്ചൊരു ഒരു കാരണവും വേണമെന്നില്ല, ഒരു ഉല്ലാസ ട്രിപ്പ് ഏതെങ്കിലും വിദേശ രാജ്യത്തേക്ക് പോവുക, മഞ്ഞ് മൂടിക്കിടക്കുന്ന അല്ലെങ്കിൽ മരുഭൂമികൾ നിറഞ്ഞ ഏതെങ്കിലും ഒരു പ്രദേശത്തേക്ക് പോവുക, കഴുതകൾ, ഒട്ടകം, കഴുകൻ, ചെന്നായ തുടങ്ങിയിട്ടുള്ള ജീവികളൊക്കെ വസിക്കുന്ന പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരിക, ഈ യുദ്ധങ്ങളൊക്കെ നടന്ന സ്ഥലങ്ങൾ, അതായത് ഒരുപാട് പൊടിപ്പടലങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വരിക, അത്തരം പ്രദേശങ്ങൾ സ്വന്തമാക്കുക. അതുപോലെ തന്നെ തന്നിൽ മൂത്തവരുമായിട്ട് പ്രായം കൂടിയവരുമായിട്ടുള്ള ബന്ധങ്ങൾ, അതുവഴി ഉണ്ടാകുന്ന നേട്ടങ്ങൾ, തന്നിൽ പ്രായം കൂടിയ ആളെ വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ അവരുമായിട്ടൊരു രഹസ്യ ബന്ധത്തിലൂടെ പോവുക, അല്ലെങ്കിൽ അവരുമായിട്ട് ഏതെങ്കിലും പങ്കാളിത്ത ബിസിനസ് ചെയ്യുക, അല്ലെങ്കിൽ അത്തരം കാര്യമായിട്ട് ഏതെങ്കിലും സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന മേഖലയിൽ വ്യാപരിക്കുക. അതിന് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന തരത്തിൽ നിന്ന് കൊടുത്തുകൊണ്ട് കാര്യങ്ങൾ നേടിയെടുക്കുക, സാമ്പത്തിക ലാഭം. ഇങ്ങനെ അസംസ്കൃത വസ്തുക്കളുടെയും മറ്റ് ഏത് മേഖലയിൽ തൊട്ടാലും, കാർഷിക മേഖല തൊട്ടാലും അവിടെ ലാഭം, കാർഷിക ഭൂമിയൊക്കെ വാങ്ങി മറച്ചു കൊടുത്താൽ അത് ലാഭം, പാറഖനനവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അതുകൊണ്ട് ലാഭം, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിപണനം കൊണ്ട് ലാഭം, ഏത് മേഖലകൾ തൊട്ടാലും അതൊക്കെ ലാഭം. സാധാരണക്കാരനെ സംബന്ധിച്ചാണെങ്കിൽ വാങ്ങിച്ച ഭൂമി നല്ല വിലയ്ക്ക് കൊടുക്കാം, അത് ലാഭം. നിർമ്മാണ വസ്തുക്കളുടെ വിപണനം കൊണ്ടുള്ള ലാഭങ്ങൾ, അല്ലെങ്കിൽ അത് കയറ്റി ഇറക്കുന്നത് കൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങൾ, ഇങ്ങനെ തൊടുന്നതെല്ലാം സാമ്പത്തിക ലാഭത്തിലേക്ക് എത്തിച്ചേരുന്ന ഒരവസ്ഥയുണ്ടാകും. ഇനി ശനി നീചനാണെന്ന് വയ്ക്കുക, ശനി നീചത്വം ഭൗജിക്കുന്നു. എന്താ സംഭവിക്കുക? കടബാധ്യതകൾ കൊണ്ട് പൊറുതിമുട്ടി ഈ നാട്ടിൽ നിൽക്കാൻ പറ്റാതെ വിദേശത്തേക്ക് പോകേണ്ടി വരും. വിദേശം എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങൾ മാത്രമല്ല, മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിയാത്തവർ വീട് വിട്ട് മറ്റൊരു ജില്ലയിലേക്ക് തന്നെ മാറിയാലും കുഴപ്പമില്ല, ഫലമായി. അങ്ങനെ പോയാൽ പോലും അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ശമ്പളം കിട്ടുമോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. അധ്വാനമാണെങ്കിൽ അഹോരാത്രം അധ്വാനിക്കേണ്ടി വരും. എപ്പോഴും വിയർത്തൊട്ടിയ ശരീരം, അലച്ചിൽ വർദ്ധിക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാതെ വരിക, ഒരു ദിവസമെങ്കിലും ഫുട്പാത്തിലോ സത്രത്തിലോ വഴിയരിയിൽ കാണുന്ന ഏതെങ്കിലും ഒരു പ്രദേശത്തോ 1 മിനിറ്റെങ്കിലും ഒന്ന് കിടന്നുറങ്ങേണ്ടി വരിക. ഭിക്ഷക്കാരുടെ ഇടയിൽ കിടന്നുറങ്ങണമെന്നാണ് പറയുന്നത്, ബലം പറഞ്ഞു. അതുപോലെ തന്നെ വൃത്തിഹീനരായിട്ടുള്ള വ്യക്തികൾ താമസിക്കുന്ന പ്രദേശങ്ങളുമായിട്ട് സഹവസിക്കേണ്ടി വരിക, വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അപകടങ്ങൾ സംഭവിക്കുക, വീഴ്ചകൾ സംഭവിക്കുക, കാലിനോ കൈക്കോ ഒക്കെ ഓടിപ്പോയി ചതവോ പറ്റിയ ഹോസ്പിറ്റലിലാകുക, കടബാധ്യതകൾ മൂലം പാരമ്പര്യമായിട്ട് ആർജിച്ച സ്വത്തുക്കൾ പോലും കേസ് നടപടി നിയമത്തിൻ്റെ വഴികളിലൂടെ കൊണ്ട് കേസ് നടപടിയൊക്കെ ആയിട്ട് നഷ്ടപ്പെടുക, കള്ളസാക്ഷി പറയുന്നത് കൊണ്ടുണ്ടാകുന്ന തൊഴിൽ പ്രശ്നങ്ങൾ, ശ്രദ്ധയില്ലായ്മ കൊണ്ടും അലസത കൊണ്ടും വരാനിടയുള്ള അനിഷ്ട കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ തന്നിൽ പ്രായം കൂടിയവരുമായിട്ടുള്ള ഇടപാടുകൾ, അതൊരു ചൂഷണ സ്വഭാവമുള്ളതായിരിക്കും.
നമ്മളെ ഈ ദശാകാലം അനുഭവിക്കുന്ന വ്യക്തികളെ തന്നിൽ പ്രായം കൂടിയിട്ടുള്ള, പ്രായം കൂടുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ ചിന്തിക്കുന്നത് വളരെ ഇപ്പോൾ 70-80 വയസ്സ് അവിടം വരെ പോകേണ്ട കാര്യമില്ല. നമ്മളെക്കാൾ ഒരു 10 വയസ്സ് മൂപ്പ്, 15 വയസ്സ് മൂപ്പ്, 20 വയസ്സ് മൂപ്പ്, 30 അങ്ങനെയൊക്കെയുള്ള വ്യത്യാസം വന്നാൽ പോലും അത്തരത്തിലുള്ള ആളുകൾ നമ്മളോട് വളരെയേറെ സ്നേഹവും വാത്സല്യവും കരുതലും ഒക്കെ കാണിച്ചുകൊണ്ട് നമ്മളെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക, ചൂഷണം ചെയ്യുക. ചൂഷണം ചെയ്യുക എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് ചൂഷണം ചെയ്യുക, അല്ലെങ്കിൽ ഒരിക്കലും ആരും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യിക്കാം. അങ്ങനെ എവിടെയൊക്കെ നമ്മൾ എന്തൊക്കെ രീതി തൊടുന്നു അതെല്ലാം പ്രശ്നമാണ്. വെരിക്കോസ് വെയിൻ്റെ പോലെയുള്ള കാൽ മുട്ടിന് താഴേക്ക് വരുന്ന വിഷയങ്ങളായിട്ട് ബന്ധപ്പെട്ട രോഗദുരിതങ്ങൾ കലശലാവുക, അതിന് വേണ്ടി ചിലപ്പോൾ ഓപ്പറേഷന് വേണ്ടി വരിക, ആശുപത്രിയിൽ പോയി കിടന്നാലും മനസ്സമാധാനം കിട്ടാതിരിക്കുക, ആശുപത്രിയിൽ ബില്ലടയ്ക്കാൻ കാശില്ലാതിരിക്കുക, ആശുപത്രിയിൽ കിടന്നാൽ പോലും വ്യക്തമായിട്ടുള്ള ചികിത്സ കിട്ടുന്നില്ലെന്നൊരു തോന്നൽ വരിക, അവരുമായിട്ട് കലഹിക്കുക, ആശുപത്രിയിൽ ജീവനക്കാരുമായിട്ട് കലഹിക്കേണ്ടി വരിക. ഇങ്ങനെയൊക്കെ ഒരു പ്രതികൂലത വരും. ശനി പ്രതികൂലമാണെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ട് കലഹം, ഭാര്യയും ഭർത്താവും തമ്മിൽ കലഹം, ഭാര്യയും ഭർത്താവും മക്കളുമായിട്ട് കലഹം, അമ്മയും അച്ഛനും ചേട്ടനും അനിയനും കൊച്ചനും ചിറ്റപ്പനും കുഞ്ഞമ്മയും മരുമോളും എല്ലാമായിട്ട് തമ്മിൽ അടിയോടടി അടിയൊടി അടിയടി അടിയോടടി, കേസ് വഴക്കുകൾ, ഒരു തരത്തിലും ഒരു സമാധാനവും കിട്ടാത്ത വ്യവസ്ഥയുണ്ട്. ഇതിനിടയ്ക്ക് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നതിനിടയ്ക്ക് ചെറിയ ചെറിയ ദല്ലാഭം ഉണ്ടാകും, ചെറിയ ചെറിയ ദല്ലാഭം ഉണ്ടാകുക, പുതിയ പുതിയ സൗഹൃദങ്ങളുണ്ടാകും. ഈ സൗഹൃദങ്ങളൊക്കെ സൂക്ഷിക്കണം കേട്ടോ. ശനിദശാകാലത്ത് നീചനായ ശനിയുടെ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വരുന്ന സൗഹൃദങ്ങൾ ഒരിക്കലും നിങ്ങളെ ഗുണപ്പെടുത്താനുള്ളതല്ല. ആ വരുന്നവൻ എന്തോ ഒരു ഉദ്ദേശമുണ്ട്, അല്ലെങ്കിൽ ആ വരുന്നവർക്ക് എന്തോ ഒരു ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൽ സാധിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു ടൂൾ, ഒരു ഉപകരണമാക്കി മാറ്റുക മാത്രമാണ്. ഏറ്റവും കൂടുതൽ ഈ ലിവിങ് ടുഗെദർ പോലെയുള്ള ബന്ധങ്ങളിൽ പോയി ആണോ പെണ്ണോ അറിഞ്ഞോ അറിയാതെയോ വീഴുന്നത് ഈ ശനിദശ നീചശനിയുടെ കാലത്താണ്. താൽക്കാലികമായിട്ടൊരു സുഖമെന്ന് പറയുന്ന അവസ്ഥയെ കൊണ്ടെന്ന് അവർ ചിന്തിക്കും, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു. 1, 2, 3 വർഷം കഴിയുമ്പോഴത്തേക്കും സുഖണ്ടെന്ന് വിശ്വസിച്ച സുഖത്തേക്കാൾ ഉപരി ഇതൊരു വലിയ ഉപദ്രവമായി, തലവേദനയായി മാറുന്നൊരവസ്ഥ. നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ വെറുതെ വെറുതെ നടന്നവൻ വേലിയേറുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തടത്ത് വെച്ചു എന്ന് പറയുന്ന അവസ്ഥയിൽ സമാധാനവും ഇല്ല, കേസും വഴക്കുമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത് നീചനായ ശനിയുടെ കാലഘട്ടത്തിലാണ്. അപ്പോൾ ശനിദശാകാലം എന്ന് പറയുന്നത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടതൊരു കാലഘട്ടമാണ്. അനാവശ്യ ബന്ധങ്ങളിൽ പോകാതിരിക്കുക, ദാമ്പത്യ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ അലോസരങ്ങളുണ്ടെങ്കിൽ വിട്ടുവീഴ്ചയിലൂടെ പോവുക, അല്ലെങ്കിൽ ദാമ്പത്യ വേർപാട് വരെ ശനിയെ കൊണ്ട് പറയാം. ദാമ്പത്യമായിട്ട് വേർപിരിയുന്നു, ഡിവോഴ്സ് നടക്കുന്നു, ശനിയെ കൊണ്ട് പറയാം. ശനി ജാതകത്തിൽ ആയുർ ദോഷകാരകനാണെങ്കിൽ മരണഭയത്തിന് തുല്യമായിട്ടുള്ള ബലം പറയാം ശനി ദോഷകാരനാണെങ്കിൽ. അപ്പോൾ ശനീശ്വരൻ ജാതകത്തിൽ ഏത് തരത്തിൽ നിൽക്കുന്നു നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. അതിനുശേഷമായിരിക്കണം ശനിദശയെ നമ്മൾ വിശകലനം ചെയ്യേണ്ടത്. ശനി ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ജാതകത്തിൽ ദോഷകാരകനാണ് എന്ന് മനസ്സിലായാൽ ഒറ്റ കാര്യം നിങ്ങൾ ചെയ്താൽ മതി, ആവശ്യമില്ലാത്ത ഒരു പണിക്കും പോകാതിരിക്കുക. മദ്യപാനവും ലഹരി ഉപയോഗം ചെയ്യുന്നവരാണെങ്കിൽ നിർത്തിക്കൊള്ളുക, അല്ലെങ്കിൽ ശനിദശാകാലത്തിൽ ശനി 8ൻ്റെ പണി തരും, അതിൻ്റെ അകത്ത് പണി മേടിക്കും. അതുപോലെ തന്നെ രഹസ്യ ഏർപ്പാടെന്തെങ്കിലുണ്ടെങ്കിൽ അതിൽ തന്നെ പിന്തിരിഞ്ഞുകൊള്ളുക. ശനി അത് പരസ്യമാക്കും. ന്യായവും ധർമ്മവും സത്യവും നീതിയും വിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ അതൊക്കെ ശനി വെളിച്ചത്ത് കൊണ്ടുവരും, അതിൻ്റെ അകത്തൊക്കെ ശിക്ഷാകാഠിന്യം കൂട്ടും എന്നുള്ളതാണ് ജ്യോതിഷാഭിപ്രായം. ശനീശ്വരനെ സംബന്ധിച്ച് പറയുമ്പോൾ മുജ്ജന്മങ്ങളിലെ നമ്മളുടെ പുണ്യപാപങ്ങളുടെ ലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതെന്നാണ് പറയുക. ശനിദശാകാലത്ത് നമ്മളെ ഭരിക്കാൻ വരുമ്പോൾ അദ്ദേഹം ഈ ജന്മത്തിൽ, ഈ മനുഷ്യജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു കൊണ്ടൊന്ന് നോക്കും. മുജ്ജന്മങ്ങളിൽ നമ്മളെ സംബന്ധിച്ചൊരു പാപപങ്കിലമായ ലിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ശിക്ഷാ നടപടികൾ വളരെ വർദ്ധിപ്പിക്കേണ്ടതുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ലിസ്റ്റെങ്കിൽ ഈ ജന്മത്തിലും നമ്മൾ ഒരു രീതിയിലും തിരുത്തപ്പെടാതെ പഴയതിനേക്കാൾ മോശമായിട്ട് സമൂഹത്തിനും ചുറ്റിനുമുള്ള ജീവജാലങ്ങൾക്കെല്ലാം ദ്രോഹം ചെയ്തുകൊണ്ട്, മറ്റുള്ളവനെ വഞ്ചിച്ചുകൊണ്ട്, ചതിച്ചുകൊണ്ട്, പറ്റിച്ചുകൊണ്ട്, ആക്രമിച്ചുകൊണ്ട്, ജന്തുക്കളെയും പക്ഷികളെയും മനുഷ്യരെയും എല്ലാം ദ്രോഹിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന പണിയും അതുപോലുള്ളതായിരിക്കും.
അതല്ല, ശനിദശാകാലം മുജ്ജന്മം നമ്മൾ പ്രശ്നമാണ്. ഈ ജന്മമെങ്കിലും നല്ലതാകണമെന്ന് വിചാരിച്ചുകൊണ്ട് മനസ്സാ വാച കർമ്മണ പക്ഷി മൃഗാദികൾക്കോ വൃക്ഷലതാദികൾക്കോ സഹജീവികൾക്കോ യാതൊരു വിധത്തിലുള്ള ദ്രോഹവും ചെയ്യാതെ, അന്യൻ്റെ മുതൽ അപകരിക്കാതെ, അന്യനെക്കുറിച്ച് അപകീർത്തി പറയാതെ, അന്യനെക്കുറിച്ച് ആരോപണം പറയാതെ, അന്യനെക്കുറിച്ച് അപരാധം പറയാതെ, അന്യൻ്റെ മുതൽ പിടിച്ചെടുക്കാനുള്ള ചിന്തയില്ലാതെ, ആർക്കും നമ്മളെ കൊണ്ടൊരു ദ്രോഹമില്ലാതെ നമ്മൾ നമ്മുടെ പണി ചെയ്യുന്നു, നമ്മുടെ ജോലി എന്താണ്, വരുമാനം എന്താണ്, അതിന് പോകുന്നു, വരുന്നു, സുഖമായിട്ട് ജീവിക്കുന്നു. ഭാര്യ മക്കളും ഭർത്താവും ഒക്കെ ഉണ്ടെങ്കിൽ അവരോടൊക്കെ നമ്മൾ നീതി പുലർത്തി അവരെയൊക്കെ നമ്മൾ മാനിച്ച് മര്യാദയ്ക്ക് പോകുന്ന ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നീചനായിട്ടുള്ള ശനിയുടെ കാലത്ത് ഭൃത്യന്മാർ നമ്മളെക്കാൾ താഴ്ന്ന നിലയിൽ ജോലി ചെയ്യുന്ന, നമ്മുടെ ഗ്രേഡ് വെച്ച് നോക്കുമ്പോൾ താഴ്ന്ന നിലയിൽ ജോലി ചെയ്യുന്ന ഭൃത്യന്മാരായിട്ടുള്ളവർ തന്നെ നമുക്കെതിരെ തിരിയും. ഭൃത്യന്മാരായിട്ടുള്ളവർ, നമ്മളെക്കാൾ താഴ്ന്ന നിലയിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ പോലും നമുക്കെതിരെ തിരിയും. അതുകൂടെ ശ്രദ്ധിക്കണം. നമ്മൾ വീട്ടിലുള്ളവരോടൊക്കെ വളരെ മര്യാദയായിട്ട് പെരുമാറണം. ശനിദശാകാലം എന്ന് പറയുമ്പോഴത്തേക്കും ശാരീരിക വൈകല്യമുള്ള ആൾക്കാരോടും വൃദ്ധരോടും നമ്മൾ ഒരു തരത്തിലുള്ള അനീതിയും പ്രകടിപ്പിക്കരുത്, ചെയ്യാൻ പാടില്ല. ശരിക്കത് ഇഷ്ടമല്ലെന്നാണ് പറയുന്നത്. വൃദ്ധരോടും വികലാംഗരോടും നമ്മൾ പ്രത്യേക അനുഭാവം കാണിക്കണം. നമ്മൾ സഹായിച്ചില്ലെങ്കിലൊന്നും ഒരു ചുക്കുമില്ല, ഉപദ്രവിക്കരുത്. നമ്മൾ ആരെയെങ്കിലും സഹായിച്ചില്ല എന്നതുകൊണ്ട് ഒരു ദൈവം കോപിക്കില്ല. നിനക്ക് സൗകര്യമായിട്ട് സഹായിച്ചാൽ മതി. നീ സഹായിച്ചില്ലെങ്കിൽ ഭാവിയിൽ നിനക്കും എന്തെങ്കിലും ഒരു സഹായം മറ്റുള്ളവരിലും കിട്ടത്തില്ല, അത്രയുള്ള കാര്യം. പക്ഷെ ഉപദ്രവിക്കരുത്. ഒരുത്തൻ്റെ അന്നം മുടക്കരുത്. ഒരുത്തൻ്റെ മരുന്നിന് മേടിക്കുന്ന ആരെങ്കിലും 10 രൂപ കൊടുക്കുന്നെങ്കിൽ അത് വിലക്കരുത്. അങ്ങനെയുള്ള ഒരു പരദ്രോഹ ചിന്തയുമില്ലാതെ നമ്മൾ ഈശ്വരനെ ഭജിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലുള്ള ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപേക്ഷിച്ച്, രഹസ്യബന്ധങ്ങളൊക്കെ ഉപേക്ഷിച്ച്, നിയമത്തിൻ്റെ കണ്ണിൽ പ്രശ്നങ്ങളാകുന്ന വിഷയങ്ങളിലൊന്നും പോയി ചാടാതെ കൂട്ടുകാരെയൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ കൊള്ളാവുന്നവരുമായിട്ടൊക്കെ ചങ്ങാത്തം കൂടിക്കൊണ്ടൊക്കെ മുന്നോട്ട് പോയാൽ ശനിദശാകാലം എന്ന് പറയുന്നത് വലിയ വിപ്ലവകരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കത്തില്ല. ചെറിയ ചെറിയ അപകടങ്ങളൊക്കെ ആയിട്ട് കാലിന് ഫ്രാക്ചറായി 1 മാസം വിശ്രമിച്ചു, അങ്ങനെയൊക്കെ ബലം മാറിപ്പോകും. ഇതൊക്കെയാണ് നമുക്ക് ശനിദശാകാലത്തെക്കുറിച്ച് ലഘുവായിട്ട് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. വിശദമായിട്ടുള്ള കാര്യങ്ങളും ഈ നക്ഷത്രയാത്രയെ സംബന്ധിക്കുന്ന മറ്റ് ദശാകാലങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളും പിന്നാലെ വീഡിയോ ആയിട്ട് ചെയ്യുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ടൊരു കാര്യം കൂടെ സൂചിപ്പിക്കാം. ശനി പിഴച്ചാൽ ജ്യോതിഷപരമായിട്ട് പറയാവുന്ന പരിഹാരമാർഗം എന്തൊക്കെയാണ്? ശനിയാഴ്ച ദിവസത്തിന് പ്രാധാന്യം കൊടുക്കുക, നീല നിറത്തിലുള്ള വസ്ത്രം ധരിക്കുക, ശനീശ്വരൻ്റെ വാഹനമെന്ന് വിശ്വസിക്കപ്പെടുന്ന കാക്കയ്ക്ക് എള്ളും ചോറും കുഴച്ച് അന്നം ദാനം ചെയ്യുക. എച്ചിലല്ല, അന്നം ദാനം ചെയ്യുക. അതുപോലെ തന്നെ അസ്തമയശേഷം ശാസ്താക്ഷേത്രത്തിൽ നീരാജനം സമർപ്പിക്കുക, ശിവക്ഷേത്രത്തിൽ പിൻവലൊക്കെ സമർപ്പിക്കുക. ഇതാണ് പ്രധാനമായിട്ടും ചെയ്യാൻ വിധിച്ചിട്ടുള്ള പരിപാടി. ഇതുകൂടാതെ അഞ്ജനക്കല്ലിട്ട് തിളപ്പിച്ചാറിയ ജലത്തിൽ ദേഹം കഴുകുക, തല കുളിക്കരുത് ശനിയാഴ്ച ദിവസം. അഞ്ജനക്കല്ലെന്ന് പറയുന്ന സാധനമാണ്. അത് ഈ ആയുർവേദ പച്ചമരുന്നുകളൊക്കെ വിൽക്കുന്ന കടയിൽ കിട്ടും. 10-15 രൂപ എടുത്ത് കിട്ടും. നമ്മുടെ പാറക്കല്ല് പോലെ ഇരിക്കുന്ന ഒരു സാധനമാണ്. അതിട്ട് തിളപ്പിച്ച് വെള്ളം ചൂടാക്കിയിട്ട് ആ ചൂടുവെള്ളത്തിൽ തല ഒഴികെയുള്ള ഭാഗങ്ങൾ കഴുകുക എന്ന് പറയുന്നുണ്ട്. അതങ്ങനെ ചെയ്യുന്നവർ ചർമ്മ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളുണ്ടാകുമോ എന്നൊക്കെ ഒന്ന് പരീക്ഷിച്ചിട്ട് ചെയ്യാവുള്ളൂ, എടുത്തിയാടിയും ചെയ്യരുത്. കാരണം ഇതിൻ്റെ ജ്യോതിഷ പരിഹാരങ്ങൾ പറയുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോകുന്നതാണ്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ആയുർവേദ വൈദ്യൻ്റെ ചികിത്സ ഒരു നിർദ്ദേശം കൂടെ സ്വീകരിച്ചിട്ട് ചെയ്യുന്നത് നന്നായിരിക്കും. ഇതൊക്കെയാണ് ജ്യോതിഷപരമായിട്ട് നമുക്ക് സൂചിപ്പിക്കാവുന്ന പരിഹാര മാർഗങ്ങൾ. ഇനി ഇതിനേക്കാൾ കൂടുതൽ വിവരങ്ങൾ അടങ്ങുന്ന വീഡിയോകളുമായിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.